ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഈശോ പറയുന്ന വാക്കുകളായത്. പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും തന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് കൃത്യമായിട്ട് ഈശോയ്ക്കറിയായിരുന്നു. ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നത് പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ടാണ്. പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കാനായിട്ടാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിലും നിന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം. പിതാവിനെ മഹത്വപ്പെടുത്താതെ പലപ്പോഴും വ്യക്തിപരമായ മഹത്വത്തിനും നേട്ടത്തിനും വേണ്ടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നേടുന്നത് ഈ ഭൂമിയിൽ എനിക്ക് മഹത്വം നേടണം, എനിക്ക് സന്തോഷം നേടണം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട് അല്ലെ. പിതാവ് എന്താണ് എന്നോട് പറയുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. പിതാവിന്റെ മഹത്വത്തെക്കാൾ ഉപരിയായിട്ട് സ്വയം മഹത്വപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ തേടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ വചനത്തില് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിനെ മഹത്വപ്പെടുത്താനാണ് എന്ന്. അവൻ നിർവഹിച്ച ഓരോ ഉത്തരവാദിത്തങ്ങളും തന്റെ പിതാവ് ഏൽപ്പിച്ചതാണ് എന്ന് അവന് ബോധ്യമുണ്ട്. അവന്റെ ഇഷ്ടത്തിന് വേണ്ടി അവനൊന്നും ചെയ്തില്ല. അവന് സ്ഥാനമാനവും അംഗീകാരവും നേടുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ഒന്നും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നില്ല അല്ലെ. മറിച്ച് പിതാവ് ഏൽപ്പിച്ചത് സന്തോഷത്തോടെ നിർവഹിക്കാനായിട്ട് അവൻ തയ്യാറായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ മഹത്വം നേടാനായിട്ടല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കാനായിട്ടാണ്. മനുഷ്യന്റെ മഹത്വം തേടാതെ ദൈവത്തിൽ നിന്ന് മഹത്വം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായിട്ട് ചെയ്യട്ടെ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഭൂമിയിൽ നിറവേറ്റുവാനായി, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി യഥാർത്ഥ ക്രൈസ്തവനായി കടന്നു പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.